ഓം ശാന്തി 6-8-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ വികർമ്മം ചെയ്യുന്നത് അവസാനിപ്പിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വികർമാജീത് സംവത്സരം ആരംഭിക്കണം. ചോദ്യം: ഓരോ ബ്രാഹ്മണ സന്താനത്തിനും ബാബയെ തീർച്ചയായും ഫോളോ ചെയ്യേണ്ടത് ഏത് കാര്യത്തിലാണ്? ഉത്തരം: ബാബ എങ്ങനെയാണോ സ്വയം ടീച്ചറായി നിങ്ങളെ പഠിപ്പിക്കുന്നത്, അതുപോലെ ബാബയ്ക്ക് സമാനം ഓരോരുത്തർക്കും ടീച്ചറായി മാറണം. എന്താണോ പഠിക്കുന്നത് അത് മറ്റുള്ളവരെയും പഠിപ്പിക്കണം. നിങ്ങൾ ടീച്ചറുടെ കുട്ടികൾ ടീച്ചറും സദ്ഗുരുവിന്റെ കുട്ടികൾ സദ്ഗുരുവുമാണ്. നിങ്ങൾക്ക് സത്യഖണ്ഡം സ്ഥാപിക്കണം. നിങ്ങൾ സത്യത്തിന്റെ തോണിയിലാണ്. നിങ്ങളുടെ തോണി ആടുകയും ഉലയുകയും ചെയ്യും, പക്ഷെ ഒരിക്കലും മുങ്ങുകയില്ല. ഓം ശാന്തി. ആത്മീയ അച്ഛൻ കുട്ടികളുമായി ആത്മീയ സംഭാഷണം നടത്തുകയാണ്. ആത്മാക്കളോട് ചോദിക്കുകയാണ്, എന്തെന്നാൽ ഇത് പുതിയ ജ്ഞാനമല്ലേ? മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിനുള്ള പുതിയ അറിവ് അഥവാ പഠിപ്പാണിത്. ഇത് നിങ്ങളെ ആരാണ് പഠിപ്പിക്കുന്നത്? കുട്ടികൾക്കറിയാം, ആത്മീയ അച്ഛൻ നമ്മൾ കുട്ടികളെ ബ്രഹ്മാവിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതൊരിക്കലും മറക്കരുത്. ബാബ അച്ഛനാണ്, പിന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ടീച്ചറുമായി. ഇതും നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കുന്നത് തന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ഓരോ കാര്യത്തിലും നിശ്ചയം ഉണ്ടായിരിക്കണം. പുതിയ ലോകത്തിലേക്കായി പഠിപ്പിക്കുന്നത് ബാബ മാത്രമാണ്. ബാബയുടേതാണ് പ്രധാന കാര്യം. ബാബ നമുക്ക് ബ്രഹ്മാവിലൂടെ ഈ പഠിപ്പ് നൽകുകയാണ്. ആരിലൂടെയെങ്കിലും തരുമല്ലോ. ഭഗവാൻ ബ്രഹ്മാവിലൂടെ രാജയോഗം പഠിപ്പിക്കുന്നു എന്ന് പാടിയിട്ടുമുണ്ട്. ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ആ ദേവീദേവതാ ധർമ്മം ഇന്നില്ല. ഇപ്പോഴുള്ളത് കലിയുഗമാണ്. അതിനാൽ സ്വർഗത്തിന്റെ സ്ഥാപന നടക്കുകയാണ് എന്ന് തെളിയുന്നു. സ്വർഗത്തിൽ ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ മാത്രമേ ഉണ്ടാകൂ. ബാക്കിയുള്ള ഇത്രയും ധർമ്മങ്ങൾ ഉണ്ടാവുകയേയില്ല. അർത്ഥം വിനാശമുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ സത്യയുഗത്തിൽ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഇപ്പോൾ അനേക ധർമ്മങ്ങളുണ്ട്. ഇപ്പോൾ വീണ്ടും ബാബ നമ്മെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുകയാണ്. എന്തെന്നാൽ ഇപ്പോൾ സംഗമയുഗമാണ്. ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട സഹജമായ കാര്യമാണ്. ത്രിമൂർത്തികളിലും കാണിക്കുന്നു, ബ്രഹ്മാവിലൂടെ സ്ഥാപന ഉണ്ടാകുന്നു. എന്തിന്റെ? തീർച്ചയായും പുതിയ ലോകത്തിന്റെ സ്ഥാപനയായിരിക്കും നടക്കുക. പഴയതിൻ്റെതായിരിക്കില്ല. ദൈവിക ഗുണങ്ങളുള്ള ദേവതകളാണ് പുതിയ ലോകത്തിൽ വസിക്കുക എന്നതിൽ കുട്ടികൾക്ക് നിശ്ചയമുണ്ട്. അതിനാൽ ഇപ്പോൾ നമുക്കും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആദ്യം കാമത്തിന് മേൽ വിജയം പ്രാപ്തമാക്കി നിർവികാരിയായി മാറണം. ഇന്നലെ വരെ ഈ ദേവീ ദേവതകളുടെ മുന്നിൽ ചെന്ന് പറയുമായിരുന്നു, അങ്ങ് സമ്പൂർണ്ണ നിർവികാരിയാണ്, ഞങ്ങൾ വികാരികളാണെന്ന്. ഞാൻ വികാരിയാണ് എന്ന് സ്വയം അനുഭവമാകുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വികാരത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്കും ഇതുപോലെ നിർവികാരിയായി മാറണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. അഥവാ വികാരങ്ങളായ കാമവും ക്രോധവും ഉണ്ടെങ്കിൽ പിന്നെ ദൈവിക ഗുണമുള്ളവർ എന്ന് പറയില്ല. വികാരത്തിലേക്ക് പോവുക, ക്രോധിക്കുക എന്നിവയെല്ലാം ആസുരീയ അവഗുണങ്ങളാണ്. എന്താ ദേവതകളിൽ ലോഭമുണ്ടാകുമോ?
അവിടെ 5 വികാരങ്ങൾ ഉണ്ടാകില്ല. ഇത് രാവണന്റെ ലോകമാണ്. രാവണന്റെ ജന്മമുണ്ടാകുന്നത് ത്രേതയുടെയും ദ്വാപരത്തിന്റെയും സംഗമത്തിലാണ്. എങ്ങനെയാണോ ഈ പഴയ ലോകത്തിന്റെയും പുതിയ ലോകത്തിന്റെയും സംഗമമുള്ളത്, അതുപോലെ ഇതും സംഗമമാണ്. ഇപ്പോൾ രാവണ രാജ്യത്തിൽ വളരെയധികം ദുഃഖമാണ്, അസുഖങ്ങളാണ്. ഇതിനെ തന്നെയാണ് രാവണ രാജ്യം എന്ന് പറയുന്നത്. രാവണനെ ഓരോ വർഷവും കത്തിക്കുന്നു. വാമമാർഗത്തിലേക്ക് പോകുന്നതിലൂടെ വികാരിയായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ നിർവികാരിയായി മാറണം. ഇവിടെ വെച്ച് തന്നെ നിർവികാരിയായി മാറണം. എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള ഫലമാണ് ലഭിക്കുന്നത്. കുട്ടികളിൽ നിന്ന് ഇപ്പോൾ ഒരു വികർമ്മവും ഉണ്ടാകരുത്. ഒന്ന് വികർമാജീത്ത് രാജാവാണ്, രണ്ടാമത്തേത് വിക്രമ രാജാവാണ്. ഇത് വിക്രമന്റെ കാലഘട്ടമാണ്. അർത്ഥം വികാരങ്ങളാകുന്ന രാവണന്റെ കാലഘട്ടമാണ്. ഇതാരും മനസ്സിലാക്കുന്നില്ല. കൽപ്പത്തിന്റെ ആയുസ് എത്രയാണ് എന്നതും ആർക്കും അറിയില്ല. വാസ്തവത്തിൽ വികർമാജീത്തായിട്ടുള്ളത് ദേവതകളാണ്. 5000 വർഷങ്ങളിൽ 2500 വർഷം വിക്രമന്റേതാണ്. 2500 വർഷം വികർമാജീത്തിന്റേതും. പകുതി വിക്രമന്റേതാണ്. അവർ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും അറിയുന്നില്ല. നിങ്ങൾ പറയും, വിക്രമാജീത്ത് രാജാവിന്റെ സമയം 1 മുതൽ ആരംഭിക്കുന്നു. പിന്നീട് 2500 വർഷങ്ങൾക്ക് ശേഷം വിക്രമ കാലഘട്ടം ആരംഭിക്കുന്നു. ഇനി വിക്രമന്റെ സമയം പൂർത്തിയാകും. ഇപ്പോൾ നിങ്ങൾ വികർമാജീത്തായ മഹാരാജാവും മഹാറാണിയും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കഴിഞ്ഞാൽ വിക്രമാജീത്തിന്റെ സമയം ആരംഭിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ബ്രഹ്മാവിനെ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കും. അല്ല, നിങ്ങൾക്ക് ഇദ്ദേഹത്തിൽ എന്താണ് കാര്യം? നമ്മെ പഠിപ്പിക്കുന്നത് ഇദ്ദേഹമല്ലല്ലോ. നമ്മൾ ശിവബാബയിൽ നിന്നാണ് പഠിക്കുന്നത്. ബ്രഹ്മാവും ശിവബാബയിൽ നിന്നാണ് പഠിക്കുന്നത്. പഠിപ്പിക്കുന്നത് ജ്ഞാനസാഗരനാണ്. ബാബ വിചിത്രനാണ്. ബാബയ്ക്ക് ചിത്രം അഥവാ ശരീരം ഇല്ല. ബാബയെ നിരാകാരൻ എന്നാണ് പറയുന്നത്. അവിടെ മുഴുവൻ നിരാകാരി ആത്മാക്കളാണ് വസിക്കുന്നത്. പിന്നീട് ഇവിടെ വന്നാണ് സാകാരിയായി മാറുന്നത്. പരമപിത പരമാത്മാവിനെ എല്ലാവരും ഓർമ്മിക്കുന്നു. ബാബ ആത്മാക്കളുടെ പിതാവാണ്. ലൗകിക പിതാവിനെ പരമം എന്ന് പറയില്ല. ഇത് മനസ്സിലാകുന്ന കാര്യമല്ലേ? സ്കൂളിൽ വിദ്യാർത്ഥികൾ പഠിപ്പിൽ ശ്രദ്ധ നൽകും. എപ്പോൾ ലക്ഷ്യത്തിലെത്തുന്നുവോ, വക്കീൽ മുതലായ എന്തെങ്കിലും ആവുന്നുവോ, അപ്പോഴേ പഠിപ്പ് അവസാനിക്കൂ. വക്കീലായ ശേഷം പിന്നെയും ആരെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, പഠിപ്പ് പൂർത്തിയാകുന്നു. നിങ്ങളും ദേവതയായി മാറിയാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. 2500 വർഷം ദേവതകളുടെ രാജ്യമാണ് നടക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ഇനി നിങ്ങൾ മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം. ഈ ചിന്തയും ഉണ്ടായിരിക്കണം. പഠിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ടീച്ചറാകും? നിങ്ങളെല്ലാവരും ടീച്ചേഴ്സാണ്. ടീച്ചറുടെ സന്താനമായതിനാൽ നിങ്ങളും ടീച്ചറാവണം. എങ്കിൽ എത്ര ടീച്ചേഴ്സ് വേണം പഠിപ്പിക്കാൻ? ബാബ എങ്ങനെ ടീച്ചറും സദ്ഗുരുവുമാണോ, അതുപോലെ നിങ്ങളും ടീച്ചറാണ്. സദ്ഗുരുവിന്റെ കുട്ടികൾ സദ്ഗുരുവാണ്. അവർ സദ്ഗുരുവല്ല. ആ ഗുരുവിന്റെ മക്കൾ ഗുരുക്കന്മാരാണ്. സത്ത് അർത്ഥം സത്യം. സത്യഖണ്ഡം എന്ന് പറയുന്നതും ഭാരതത്തെയാണ്. ഇത് അസത്യഖണ്ഡമാണ്.
സത്യഖണ്ഡം സ്ഥാപിക്കുന്നത് ബാബയാണ്. ബാബയാണ് സത്യമായ സായി ബാബ. എപ്പോൾ സത്യമായ ആൾ വരുന്നുവോ അപ്പോൾ അസത്യമായവരും ഉണ്ടാകുന്നു. പാടുന്നുണ്ടല്ലോ, തോണി ഉലയും, കൊടുങ്കാറ്റ് വരും, പക്ഷേ മുങ്ങില്ല. കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, മായയുടെ കൊടുങ്കാറ്റുകൾ അനേകം വരും, അതിനെ ഭയക്കരുത്. മായയുടെ കൊടുങ്കാറ്റുകൾ വരും എന്ന് സന്യാസിമാർ നിങ്ങളോട് ഒരിക്കലും പറയില്ല. തോണി അക്കരെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്നത് അവർക്ക് അറിയുകയേയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഭക്തിയിലൂടെ സദ്ഗതി ഉണ്ടാകില്ല, അധോഗതി തന്നെയായിരിക്കും. ഭഗവാൻ വന്ന് ഭക്തർക്ക് ഭക്തിയുടെ ഫലം നൽകും എന്ന് പറയാറുണ്ട്. അതിനാൽ തീർച്ചയായും ഭക്തി ചെയ്യണം. ശരി, ഭക്തിയുടെ ഫലമായി ഭഗവാൻ വന്ന് എന്താണ് നൽകുന്നത്? തീർച്ചയായും സദ്ഗതി നൽകും. പറയുന്നുണ്ട്, പക്ഷെ എപ്പോൾ നൽകും, എങ്ങനെ നൽകും, ഇത് അറിയില്ല. നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കൂ, അപ്പോൾ അവർ പറയും, ഇത് അനാദിയായി നടന്നു വരുന്നതാണ്, പരമ്പരകളായി നടന്നു വരുന്നതാണ്. രാവണനെ എപ്പോൾ മുതലാണ് കത്തിക്കാൻ തുടങ്ങിയത്? പരമ്പരയായിട്ടുള്ളതാണ് എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ പറയും, ഇവരുടെ ജ്ഞാനം പുതിയതാണ്. ആര് കൽപ്പം മുമ്പ് മനസ്സിലാക്കിയോ അവർ പെട്ടെന്ന് മനസ്സിലാക്കും. ബ്രഹ്മാവിന്റെ കാര്യം നിങ്ങൾ വിട്ടേക്കൂ. ശിവബാബ ജന്മമെടുക്കുന്നുണ്ടല്ലോ, അതിനെയല്ലേ ശിവരാത്രി എന്ന് പറയുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, എന്റെ ജന്മം ദിവ്യവും അലൗകികവുമാണ്. പ്രകൃതിയിലെ മനുഷ്യരെ പോലുള്ള ജന്മമല്ല എടുക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ എല്ലാവരും ഗർഭത്തിലൂടെ ജന്മമെടുക്കുന്നു, ശരീരധാരിയായി മാറുന്നു. ഞാനാണെങ്കിൽ ഗർഭത്തിൽ പ്രവേശിക്കുന്നില്ല. ഈ ജ്ഞാനം ജ്ഞാനസാഗരനായ പരമപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ജ്ഞാനസാഗരൻ എന്ന് ഒരു മനുഷ്യനെ അല്ല പറയുന്നത്. ഇത് ഒരേ ഒരു നിരാകാരനുള്ള ഉപമയാണ്. നിരാകാരനായ അച്ഛൻ ആത്മാക്കളെ പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ കുട്ടികൾ ഈ രാവണ രാജ്യത്തിൽ പാട്ടഭിനയിച്ചഭിനയിച്ച് ദേഹാഭിമാനിയായി മാറി. ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. ഇത് കർമ്മേന്ദ്രിയങ്ങളല്ലേ, ഇതിലൂടെ കർമ്മം ചെയ്യിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ആത്മാവാണ്. നിരാകാരി ലോകത്തിൽ ശരീരമില്ലാതെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിനെയും മനസ്സിലാക്കി. അവരാണെങ്കിൽ വീടിനെ ഭഗവാനാണ് എന്ന് കരുതുന്നു. ബ്രഹ്മജ്ഞാനി തത്വജ്ഞാനിയല്ലേ, ബ്രഹ്മത്തിൽ ലയിച്ചു ചേരണം എന്ന് ആഗ്രഹിക്കുന്നു. അഥവാ ബ്രഹ്മം വസിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അതിൽ നിന്നും വേറിട്ടതായി. അവരാണെങ്കിൽ ബ്രഹ്മത്തെ തന്നെ ഈശ്വരൻ എന്ന് കരുതുന്നു. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. ബാബയെയും മറക്കുന്നു. വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന അച്ഛനെ ഓർമ്മ ഉണ്ടാകേണ്ടതല്ലേ? എന്തെന്നാൽ ബാബ തന്നെയാണ് സ്വർഗം നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണരാണ്. നിങ്ങൾ ഉത്തമ പുരുഷന്മാരായി മാറുകയാണ്. കനിഷ്ഠരായ ആത്മാക്കൾ ഉത്തമരായ ആത്മാക്കളുടെ മുന്നിൽ തല കുമ്പിടുന്നു. ദേവതകളുടെ ക്ഷേത്രത്തിൽ ചെന്ന് എത്ര മഹിമ പാടുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയാണ് ദേവതയായി മാറുന്നത്. ഇത് വളരെ സഹജമായ കാര്യമാണ്. വിരാട്ട രൂപത്തെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. വിരാട്ട ചക്രമല്ലേ? ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയൻ എന്നവർ പാടുക മാത്രം ചെയ്യുന്നു. ലക്ഷ്മി നാരായണന്മാരുടെ ചിത്രവും ഉണ്ടല്ലോ. ബാബ വന്ന് എല്ലാവരെയും നേരെയാക്കുന്നു. നിങ്ങളെയും തിരുത്തുകയാണ്,
എന്തെന്നാൽ ഭക്തിമാർഗത്തിൽ ജന്മജന്മാന്തരം നിങ്ങൾ എന്തെല്ലാം ചെയ്തുവന്നോ അതെല്ലാം തെറ്റായിരുന്നു. അതിനാലാണ് നിങ്ങൾ തമോ പ്രധാനമായി മാറിയത്. ഇപ്പോൾ ഇത് തെറ്റുകൾ നിറഞ്ഞ ലോകമാണ്. ഇതിൽ നിന്നും ദുഃഖം തന്നെ ദുഃഖമാണ്. എന്തെന്നാൽ രാവണന്റെ രാജ്യമാണ്. എല്ലാവരും വികാരികളാണ്. രാവണന്റെ രാജ്യം തെറ്റുകൾ നിറഞ്ഞതാണ്. ശരിയായ ലോകം രാമന്റേതാണ്. ഇത് കലിയുഗമാണ്. അതാണ് സത്യയുഗം. ഇത് മനസ്സിലാക്കാനുള്ള കാര്യമല്ലേ? എന്താ ശാസ്ത്രം എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? തന്റെ ജ്ഞാനവും നൽകി രചനയെക്കുറിച്ചും മനസ്സിലാക്കി തന്നു. ആരാണോ പഠിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് അവരുടെ ബുദ്ധിയിലാണ് ശാസ്ത്രം ഇരിക്കുക. അതിനാൽ എല്ലാവരുടെയും സുഖദാതാവ് ഒരേ ഒരു ബാബയാണ്. ബാബ തന്നെയാണ് ഉയർന്നതിലും ഉയർന്ന അച്ഛൻ. ബാബയെ പരമപിത പരമാത്മാവ് എന്നാണ് വിളിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛൻ തീർച്ചയായും പരിധിയില്ലാത്ത സമ്പത്ത് നൽകും. 5000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ സ്വർഗവാസികളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നരകവാസികളാണ്. രാമൻ എന്ന് പറയുന്നത് ബാബയെയാണ്. കട്ടുകൊണ്ടുപോയ സീതയുടെ രാമനല്ല. അവർ സദ്ഗതി ദാതാവല്ലല്ലോ. ആ രാമൻ രാജാവായിരുന്നു. മഹാരാജാവ് പോലുമായിരുന്നില്ല. മഹാരാജാവിന്റെയും രാജാവിന്റെ രഹസ്യവും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവർ 16 കലകളുള്ളവരും ഇവർ 14 കലകളുള്ളവരും ആയിരുന്നു. രാവണ രാജ്യത്തിലും രാജാവും മഹാരാജാവുമെല്ലാം ഉണ്ടായിരുന്നു. മഹാരാജാവ് വളരെ ധനികനും രാജാവ് ധനികനുമായിരിക്കും. അവരെ സൂര്യവംശി ചന്ദ്രവംശി എന്നൊന്നും പറയില്ല. ഇതിൽ വളരെ വലിയ ധനികന് മഹാരാജാവ് എന്ന പദവി ലഭിക്കും. കുറഞ്ഞ ധനമുള്ളവർക്ക് രാജാവ് എന്ന പദവിയും ലഭിക്കും. ഇപ്പോഴാണെങ്കിൽ പ്രജകൾ പ്രജകളെ ഭരിക്കുകയാണ്. ധനവാനായോ സമ്പന്നനായോ ആരുമില്ല. പ്രജകൾ രാജാവിനെ അന്നദാതാവായാണ് കണ്ടിരുന്നത്. ഇപ്പോൾ രാജാക്കന്മാരുമില്ല. നോക്കൂ പ്രജകളുടെ സ്ഥിതി എന്താണെന്ന്. എത്രയധികം യുദ്ധങ്ങളും വഴക്കുകളുമാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള മുഴുവൻ ജ്ഞാനവും ഉണ്ട്. രചയിതാവായ ബാബ ഇപ്പോൾ പ്രായോഗികമായി ഉണ്ട്. പിന്നീട് ഭക്തിമാർഗത്തിൽ ഇത് കഥകളാകും. ഇപ്പോൾ നിങ്ങളും പ്രയോഗത്തിലുണ്ട്. പകുതി കൽപ്പം നിങ്ങൾ രാജ്യം ഭരിക്കും. പിന്നീടത് കഥയായി മാറും. ചിത്രം ഉണ്ടായിരിക്കും. ആരോടെങ്കിലും ചോദിക്കൂ, ഇവർ എപ്പോഴാണ് രാജ്യം ഭരിച്ചിരുന്നത് എങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായിരുന്നു എന്ന് പറയും. സന്യാസിമാർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. നിങ്ങൾ പവിത്ര ഗൃഹസ്ഥാശ്രമത്തിലുള്ളവരാണ്. പിന്നീട് അപവിത്രമായ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണം. സ്വർഗത്തിലെ സുഖത്തെ ആർക്കും അറിയില്ല. നിവൃത്തി മാർഗത്തിലുള്ളവർക്ക് ഒരിക്കലും പ്രവൃത്തി മാർഗം പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. മുൻപവർ കാടുകളിലായിരുന്നു താമസിച്ചത്. അവരിൽ ശക്തിയുണ്ടായിരുന്നു. അവർക്കുള്ള ഭക്ഷണം കാടുകളിൽ എത്തുമായിരുന്നു. ഇപ്പോൾ ആ ശക്തിയൊന്നുമില്ല. എങ്ങനെയാണോ നിങ്ങളിലും അവിടെ രാജ്യം ഭരിക്കുന്നതിനുള്ള ശക്തി ഉണ്ടായിരുന്നത്, അതിപ്പോൾ എവിടെയാണ്? ഉണ്ടെങ്കിൽ അതുപോലെ ആകുമായിരുന്നില്ലേ? ഇപ്പോൾ ആ ശക്തി ഇല്ല. ഭാരതവാസികളുടെ യഥാർത്ഥ ധർമ്മം എന്തായിരുന്നുവോ അതിപ്പോൾ ഇല്ല. അധർമ്മമായിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് ധർമ്മത്തിന്റെ സ്ഥാപനയും അധർമ്മത്തിന്റെ വിനാശവും ചെയ്യുന്നു. അധർമ്മികളെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. ആരാണോ ശേഷിക്കുന്നത് അവരുടെ വിനാശവും ഉണ്ടാകുന്നു.
എന്നിട്ടും ബാബ കുട്ടികളോട് പറയുന്നു, എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകൂ. ബാബയെ തന്നെയാണ് ദുഃഖത്തെ ഇല്ലാതാക്കി സുഖം നൽകുന്നവർ എന്ന് പറയുന്നത്. എപ്പോഴാണോ അതീവ ദുഃഖികളായി മാറുന്നത്, അപ്പോഴാണ് ബാബ വന്ന് സുഖിയാക്കി മാറ്റുന്നത്. ഇതും അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ കളിയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്ക് വേണ്ടിയുള്ള മുഖ്യസാരം. 1. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഉത്തമ പുരുഷനായി മാറുന്നതിനായി ആത്മാഭിമാനിയായി മാറുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. സത്യമായ ബാബയെ ലഭിച്ചിരിക്കുന്നു, അതിനാൽ ഒരു അധാർമികമായ കാര്യവും ചെയ്യരുത്. 2. മായയുടെ കൊടുങ്കാറ്റുകളെ ഭയക്കരുത്. സദാ ഓർമ്മയുണ്ടാകണം, സത്യത്തിന്റെ തോണി ആടും ഉലയും, പക്ഷെ മുങ്ങുകയില്ല. സദ്ഗുരുവിന്റെ കുട്ടികൾ സദ്ഗുരുവായി എല്ലാവരുടെയും തോണിയെ അക്കരെ എത്തിക്കണം. വരദാനം: സഹജയോഗത്തിന്റെ സാധന, അതായത് തപസ്യയിലൂടെ സാധനങ്ങൾക്ക് മേൽ വിജയം പ്രാപ്തമാക്കുന്ന പ്രയോഗി ആത്മാവായി ഭവിക്കട്ടെ. സാധനങ്ങൾ കൈവശം വെച്ച് സാധനങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവരവേ യോഗത്തിന്റെ സ്ഥിതി കീഴ്മേൽ മറിയരുത്. യോഗിയായി പ്രയോഗം ചെയ്യുക. ഇവരെ നിർമോഹി എന്ന് പറയുന്നു. നിമിത്ത മാത്രമായിരുന്നുകൊണ്ട് അനാസക്ത രൂപത്തിൽ പ്രയോഗം ചെയ്യൂ. അഥവാ ഇച്ഛയുണ്ട് എങ്കിൽ അത് നല്ലതായിരിക്കുവാൻ അനുവദിക്കുകയില്ല. പ്രയത്നിക്കുന്നതിൽ തന്നെ സമയം ചിലവാകുന്നു. ആ സമയം താങ്കൾ തപസ്സിലിരിക്കുന്നതിനുള്ള പ്രയത്നം ചെയ്യുകയും സാധനം അതിനു നേരെ ആകർഷിതരാക്കുകയും ചെയ്യും. അതിനാൽ പ്രയോഗി ആത്മാവായി മാറി സഹജയോഗത്തിന്റെ സാധനയിലൂടെ സാധനങ്ങളുടെ മേൽ, അതായത് പ്രകൃതിയുടെ മേൽ വിജയിയാകൂ. സ്ലോഗൻ: സ്വയം സന്തുഷ്ടരായിരുന്ന് സർവരെയും സന്തുഷ്ടരാക്കുക തന്നെയാണ് സന്തുഷ്ടമണി ആകുക. ഓം ശാന്തി.